PV അൻവറിനെതിരെ വിമർശനവുമായി AP അനിൽകുമാർ ന്യൂസ് 18നോട്. അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനു മുമ്പുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിച്ചു? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ ആലോചിച്ച് ഞങ്ങൾക്ക് പ്രഗത്ഭരായ 2 പേരുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ. ആ 2 പേരിൽ ആരെ വേണം എന്നുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും അഭിപ്രായമെടുത്ത് കഴിഞ്ഞ് ഞങ്ങളും KPCCയുടെ നിലവിലുള്ള ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും UDF കൺവീനറുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ പേരിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും VS ജോയ് ഏറ്റവും പ്രഗത്ഭനായ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. ഞങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. യാതൊരു ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ വന്നിട്ടില്ല. ജോയിയുടെ നിലപാടും ഇതിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ? ഒരിക്കലുമില്ല. ജോയി, ഞാൻ സൂചിപ്പിക്കുകയാണ്, ജോയി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. ആ രീതിയിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ ഏറ്റവും നല്ല രീതിയിൽ ആദ്യം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹമാണ്. ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിനകത്ത് എല്ലാവരോടും അദ്ദേഹം പൂർണ്ണ സഹകരണം പാർട്ടിക്ക് ഉണ്ടാകും. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റാണ്. ആ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലരും ആശയക്കുഴപ്പം, പലതും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിലൊന്നുമില്ലാതെ സുഗമമായി തീരും എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തീർന്നു. തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് PV അൻവറാണ്. PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ് പലവട്ടം. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അൻവറിന്റെ ഭാഗത്ത്? അല്ല, UDFനെ പിന്തുണയ്ക്കുന്നവരാരായാലും UDFന്റെ സ്ഥാനാർത്ഥി അത് ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. ഇത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്തുണയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പിന്തുണയ്ക്കുന്നതിന് പകരം ഉണ്ടാക്കിയ വിമർശനങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ആശയവിനിമയം അദ്ദേഹവുമായി നടന്നു വരുന്നു. അതിനുശേഷം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. അത് ഒരു മുന്നണി സംവിധാനത്തിൽ അത് മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹം UDFന് പിന്തുണ നൽകുവാനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല എന്ന് ഏറ്റവും മിനിമം ഇപ്പോൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇനി അൻവറിൻ്റെ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത? 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ നില പറഞ്ഞത്. അൻവറുമായി കൂടുതൽ ആലോചനകളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിൽ തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണ വേണം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ UDFന് നിരുപാധിക പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് പിന്തുണ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടിയാലോചനകളും ചർച്ചകളും ഈ ദിവസങ്ങളും ഉണ്ടാവും UDF എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള? PV അൻവറുമായിട്ട് നിരന്തരമായി നേതാക്കളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കാറുണ്ട്, മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഈ സമയത്തും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായും ബന്ധപ്പെടും. എന്നാണെങ്കിൽ ശക്തമായൊരു തീരുമാനമെടുത്ത് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷ ഞങ്ങൾ ഏപ്രിലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പ്രഖ്യാപനം വരും, മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാവും തീരുമാനിച്ചാണ്. ഇപ്പോൾ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ. ഇത്രയും നാളായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF എത്രമാത്രം മുന്നിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മികച്ച ഭൂരിപക്ഷം തന്നെയാണ്. മികച്ച ഭൂരിപക്ഷമാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ UDF തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടും അതേപോലെ തന്നെ എന്ത് വാക്കാണോ അൻവർ തന്നത് അത് പാലിക്കേണ്ടതിൻ്റെ ആവശ്യവും എല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിജയം തന്നെയാണ് UDF നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്ന എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.